തുമ്പത്തായി പാറിപ്പറന്നിങ്ങു വന്നതാരോ പൂവാകക്കൊമ്പത്ത് തേനൂറും പൂക്കൾ തൻ ചേലേറും പൂത്തിങ്കൾ തോഴനാണോ ഒരു കിളിയായി ആ ചെറുകിളിയായി പല നിറമായി ഓ മധുകണമായി മഴവില്ലായി മണിമുകിലായി കരിവണ്ടായി കണിമലരായി മഴവില്ലായി മണിമുകിലായി കരിവണ്ടായി കണിമലരായി പുത്തരിപ്പാടത്ത് പുന്നെല്ലിൻ തുമ്പത്തായി പാറിപ്പറന്നിങ്ങു വന്നതാരോ പൂവാകക്കൊമ്പത്ത് തേനൂറും പൂക്കൾ തൻ ചേലേറും പൂത്തിങ്കൾ തോഴനാണോ തേന്മാവിൻ തുഞ്ചത്തായി കുയിൽ പാടും പാട്ടിന് മധുതോൽക്കും ഈണവും താളവുമായി തേന്മാവിൻ തുഞ്ചത്തായി കുയിൽ പാടും പാട്ടിന് മധുതോൽക്കും ഈണവും താളവുമായി പൊന്നാറിഞ്ഞോളങ്ങൾ കളിയാടും സന്ധ്യയിൽ ഇതൾ വിരിയും മാരിവിൽ വർണ്ണമേതോ വർണ്ണമേതോ ഒരു കിളിയായി ആ ചെറുകിളിയായി പല നിറമായി ഓ മധുകണമായി മഴവില്ലായി മണിമുകിലായി കരിവണ്ടായി കണിമലരായി മഴവില്ലായി മണിമുകിലായി കരിവണ്ടായി കണിമലരായി പുത്തരിപ്പാടത്ത് പുന്നെല്ലിൻ തുമ്പത്തായി പാറിപ്പറന്നിങ്ങു വന്നതാരോ പൂവാകക്കൊമ്പത്ത് തേനൂറും പൂക്കൾ തൻ ചേലേറും പൂത്തിങ്കൾ തോഴനാണോ 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 ഉണ്ണി ഈ ചെക്കനിത് എവിടെ പോയി എന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് നിന്നെ ഞാനിന്ന് ശരിയാക്കി തരാം ചേച്ചി ചേച്ചി ആ എന്തേ ഈ ചെക്കനിതാ മണ്ണി കളിക്കുന്നു എന്താ ഉണ്ണി ഇത് എത്ര പറഞ്ഞാലും കേക്കില്ല നിന്നോട് ഞാൻ എത്ര പറഞ്ഞു നല്ല അടിയുടെ കുറവുണ്ട് നിനക്ക് അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ നിനക്ക് ചുറിയില്ലേടാ നടക്ക് വേഗം അങ്ങോട്ട് ഇവനത് എന്തൊരു വികൃതിയാ ഈ വികൃതിയും വെച്ച് എങ്ങനെ അവനെ സ്കൂളിൽ അയക്കാനാ ശരിക്കും ഓരോ ദിവസം ചെല്ലുന്തോറും വികൃതി കൂടിക്കൂടി വരും എന്ത് ചെയ്യാനാ വികൃതി ഇല്ലാത്ത കുട്ടികളുണ്ടാവോ രാജു കുട്ടിക്കാലത്തും നിനക്കും വികൃതി ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഒരു പ്രായം വരെ ഉണ്ടാവുള്ളൂ അയ്യോ ഇവനിത് എന്താ കാര്യം? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. അതെന്താ ടീച്ചറുടെ കയ്യില്? അതെ, ആർക്കോ ഉള്ള സമ്മാന അല്ലേ ടീച്ചറെ? ഇതേ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ ഗോകുലിനുള്ള സമ്മാന.
അവനാ കഴിഞ്ഞ പരീക്ഷയിൽ ഫസ്റ്റ്. ഗോകുലൂടെ വാ. അതെ, ഗോകുൽ അത്ര മിടുക്കനൊന്നുമല്ല. അവൻ നല്ല വികൃതിയാ, എല്ലാരെയും തല്ലും. ഇത് നിനക്കുള്ളതാ. നന്നായി പഠിക്കണട്ടോ. പിന്നെ നിന്റെ വികൃതിക്ക് വേറെ പല സമ്മാനവും തരണമെന്ന് ഇവിടെ എല്ലാരും പറയുന്നുണ്ട്. ടീച്ചറെ, ഒരു രക്ഷിതാവ് കാണാൻ വന്നിട്ടുണ്ട്. എന്തോ പരാതിയാന്ന് തോന്നുന്നു. വരാൻ പറയൂ. എന്താ കാര്യം? ടീച്ചറെ, ഇവന്റെ കണ്ണ് നോക്കി. ഇവനെ ചേർത്തേ മുന്നതിച്ചില്ല പരാതിയാ. ക്ലാസ് ടീച്ചറോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ഇപ്പൊ എന്റെ കണ്ണിനാണ് കംപ്ലൈന്റ്. നോക്കി. ഞാൻ ആ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ച് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ സമാധാനായി പോകൂ. ഹോ മധു, ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ടി സി വാങ്ങിപ്പോകും. ഇത് ഞങ്ങൾ രക്ഷിതാക്കൾ എടുത്ത തീരുമാനം. ടീച്ചർ എന്താ ഇത്? ടീച്ചർ, ആ കുട്ടിയെ കുറിച്ച് ഇത്രയധികം പരാതി ഉണ്ടായിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ആ കുട്ടിയെ വിളിക്കൂ. ടീച്ചർ, ആ കുട്ടി അവൻ മിടുക്കനാ ടീച്ചർ. കുറച്ച് കുസൃതിയാണെന്നേ ഉള്ളൂ. നന്നായി പോയി. മറ്റൊരു കുട്ടിയുടെ കണ്ണടിച്ച് പൊടിക്കുന്നതാണോ കുസൃതി? ടീച്ചർ പോയി ആ കുട്ടിയെ ഇങ്ങോട്ട് പറഞ്ഞയക്കൂ. ഗോകുൽ, ഇവിടെ വാ. നല്ല വില്ലത്തരം കയ്യിലുണ്ടല്ലേ? ഇങ്ങോട്ട് നോക്ക്. നീ എന്തിനാ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നത്? നിന്റെ രക്ഷിതാക്കളെ ഞാൻ വിളിക്കുന്നുണ്ട്. നിന്റെ വികൃതി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോ ക്ലാസ്സിലേക്ക്. ടീച്ചർ, ഞങ്ങൾ ഗോകുലിന്റെ... ആ, മനസ്സിലായി. അറിയാലോ, മോന്റെ വികൃതി കാരണം ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ടി സി വാങ്ങുന്ന അവസ്ഥ. അവൻ പഠിക്കാൻ മിടുക്കനാണ്. അവൻ വീട്ടിലെ ഇങ്ങനെ തന്നെയാണോ? അവൻ വീട്ടിലും കുറച്ചൊക്കെ വികൃതി കാണിക്കാറുണ്ട് ടീച്ചർ. അതാ പറഞ്ഞത്, അവനെ ഒരു ഡോക്ടറെ കാണിക്കാൻ. ടീച്ചർ, അവന് പ്രത്യേകിച്ച് മറ്റു അസുഖങ്ങളൊന്നും ഇല്ല. പിന്നെ എന്തു പറഞ്ഞിട്ടാ അവനെ ഡോക്ടറെ കാണിക്കുക? ടീച്ചറെ, ഞങ്ങളെ മോനെ ഒരു അസുഖക്കാരനാക്കല്ലേ. വിഷമിക്കേണ്ട, ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്റെ അറിവിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. ഡോക്ടറെ കാണിച്ച് അസുഖം മാറിയവരുമുണ്ട്. നിങ്ങൾ അവനെ ഒരു ഡോക്ടറെ കാണിക്കുക. ശരി.
നിഷ കടയ്ക്ക മുട്ടായി വാങ്ങാൻ മറക്കരുതേ. കൊണ്ടുവരാട്ടാ മക്കളെ. നാരങ്ങപ്പാലം ചൂടക്കിരണ്ട് ഇലകൾ പച്ച എവിടെ പോവാ? ആ മാഷോ? എങ്ങോട്ടൊരു യാത്ര? അങ്ങാടി വരെ ഒന്ന് പോവാ. മാഷ് ചെല്ല്. ആഹാ, ഏട്ടന്റെ കൂടെ കളിക്കുക. ഗോകുലു വാ. അച്ഛാ, അമ്മ, മാഷ്. ആ മാഷേ കയറിയിരിക്കൂ. ഗോകുൽ, ഗോകുൽ നല്ല കുട്ടിയാ, മിടുക്കനാ. നിന്റെ സിംഹത്തെ ഞാൻ കണ്ടുട്ടോ. ഇതാ, ഇത് നിനക്ക്. അമ്മു, ശ്രീകുട്ടി, ഹായ്. എന്താ മാഷെ ചെയ്യാ? അവന്റെ വികൃതി കൂടി കൂടി വരിക. അവനെ നമുക്കൊരു ഡോക്ടറെ കാണിച്ചാലോ? അത് പറയാൻ കൂടിയാ ഞാൻ വന്ന്. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ അരുൺ. അവൻ അത്യാവശ്യം നല്ല തിരക്കുള്ള ഡോക്ടറാ. നമുക്ക് അവനെ ഒന്ന് കാണിച്ചാലോ? കാണിക്കാം മാഷേ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അരുൺ, ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി. ഈ മിടുക്കനാ ഗോകുൽ. ഗോകുൽ മിടുക്കനാണല്ലോ. ഓനിങ്ങോട്ട് വാ, ഇവിടെ നിരിക്കി. വായെന്ന് പറഞ്ഞേ. മാഷേ ഒന്ന് പുറത്തിരിക്കൂ. ഞാൻ ഗോകുലുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ, തനിച്ച് സംസാരിക്കട്ടെ. പക്ഷേ നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഉയർന്ന ഐക്യമുള്ള കുട്ടിയാണ്. അപ്പോൾ നല്ലൊരു ന്യൂറോയെ കാണിച്ചിട്ടേ വന്നാൽ നന്നായിരിക്കും. ഇവന് ഫിക്സ് വന്നതല്ലേ പറഞ്ഞത്? അതെ ഡോക്ടർ, ഇവന് കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് ഫിക്സ് വന്നു. ആദ്യമായിട്ട് ഞങ്ങളാകെ പേടിച്ചു പോയി. ഓക്കെ, ശരി മാഷ. ശരി അരുൺ, ഞാൻ പിന്നീട് വിളിക്കാം. ശരി, താങ്ക് യു. ശരി. നിർത്തടാ. എന്താ അവിടെ? അനുസരണ മോനെ ഗോകുൽ, ഈ കയറങ്ങ് കളഞ്ഞ്. നീ എന്തായി ചെയ്ത്? നീ എന്തായി ചെയ്ത്? കൈ കട്ടില്ലെങ്കിൽ വല്ലതും ചെയ്യേണ്ടി ഗോകുൽ, മരുന്നൊക്കെ കഴിക്കണില്ലേ? മരുന്നൊക്കെ കഴിക്കണുണ്ട് ഡോക്ടറെ. ഇപ്പൊ ഞാൻ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറാ.
വയ്യായൊക്കെ മാറിയ എൻ്റെ കുട്ടിക്ക് എല്ലാവരെയും പോലെ സ്കൂളിൽ പോകാലോ ഡോക്ടറെ? തീർച്ചയായിട്ടും. മിടുക്കനായിട്ട് സ്കൂളിലൊക്കെ പോണട്ടോ. അത് ഡോക്ടർ വെറുതെ പറയണതാ. എന്റെ അസുഖം മാറൂലെന്നേ ഡോക്ടർ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ. നിന്റെ അസുഖം ഇപ്പൊ തന്നെ എത്ര ഭേദായി. ഇനി എല്ലാം മാറും. എന്താ സ്ഥിതി? വല്ലാത്ത കഷ്ടം. അന്നേരം കൂടെ കൊണ്ടുപോയി കാണുന്നിട്ടുള്ളൂ. വല്ലാത്ത കഥ. എന്താ പറയാ, ഓരോരുത്തരും കഷ്ടകാലേ സങ്കടം കാണാനും വയ്യ. നിങ്ങൾ എന്തെങ്ങനെ ആലോചിക്കണേ? നമ്മൾ ഓടിയിട്ട് ഹോസ്പിറ്റലിൽ പോവല്ലേ? നിങ്ങൾ എന്ത് വെറുക്കാനാ പറഞ്ഞ? ആ ചെക്കൻ്റെ അടുത്ത് കണ്ട് അടുക്കാൻ പറ്റുന്നില്ല. എന്താ ഗിരിജ പോയിട്ട് ആ വണ്ടി എടുത്തു കൊടുന്നാ പോയിട്ട് എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മളിതൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചു ചേർത്തുള്ളത്. യോഗത്തിൽ നമ്മുടെ എച്ച് എമ്മും അതുപോലെ തന്നെ നമ്മുടെ വെൽഫെയർ കമ്മിറ്റി ചെയർമാനും പങ്കെടുക്കുന്നുണ്ട്.
ഈ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അതീവ രഹസ്യമായി നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പഠനരംഗത്ത് നല്ല നിലവാരം പുലർത്തുന്നവരാണ്. നമ്മുടെ അധ്യാപകർ അതിന് നന്നായി സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോയ കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ മാഷ് പറയും. അത് പറയുന്നതിന് വേണ്ടി നമ്മുടെ മാഷെ ക്ഷണിക്കുകയാണ്. മാഷ് എന്താ ആലോചിക്കുന്നത്? ഉദ്ഘാടനത്തിന് എല്ലാവരും മാഷെ അന്വേഷിക്കുന്നു. ഗോകുൽ എത്തിയോ? ഞാൻ അവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ഇല്ല മാഷെ, ഗോകുലിന്റെ മനസ്സ് ഇനി ഒരിക്കലും ഇടറില്ല. അവൻ പഴയതിനേക്കാളും മിടുക്കനാകും. കണ്ടില്ലേ അവന് മാത്രല്ല, നമ്മുടെ സ്കൂളിലെ മറ്റൊരു കുട്ടിക്കും ഇനി ഈ അവസ്ഥയുണ്ടാവില്ല. അതെ, ഓരോ വിദ്യാർത്ഥിയുടെയും ശേഷിയും അഭിരുചിയും തിരിച്ചറിഞ്ഞ് വേണ്ട കൈത്താങ്ങ് നൽകി ചേർത്ത് പിടിക്കുന്നതിനാണ് ഇടറാതെ എന്ന പേരിൽ രൂപീകൃതമായ ഈ സംഘടന. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും അടങ്ങിയ ഈ തുടക്കം വിദ്യാലയ ചരിത്രത്തിൽ ഒരു രേഖപ്പെടുത്തലായി മാറുക തന്നെ ചെയ്യും. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്ത ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ആശയത്തെ കൂടുതൽ ഊർജത്തോടെ പ്രാവർത്തികമാക്കുക എന്നതാണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യം. ഗോകുൽ ഒരു പ്രതീകം മാത്രമാണ്. പഠന പ്രക്രിയകളിൽ ഏർപ്പെടുമ്പോഴും മാനസികമായും ശാരീരികമായും ഭൗതികമായി പോലും പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികൾ നമുക്കിടയിലൂടെ കടന്നുപോകുന്നു. ഒരു തലോടൽ, ഒരു കൈത്താങ്ങ്, ഒരു ചേർത്ത് പിടിക്കൽ, അതവരെ ജീവിതത്തിന്റെ സങ്കീർണതകളിൽ നിന്ന് മാനസികോല്ലാസത്തിന്റെ ലോകത്തെത്തിക്കും. അവരുടെ വിദ്യാർത്ഥി ജീവിതം ആസ്വാദികരമാക്കി തീർക്കും. അതിനായുള്ള ഈ പുതിയ ചുവടുവെപ്പ് വിദ്യാർത്ഥികളിൽ സഹവർത്തിത്വ മനോഭാവവും സഹാനുഭൂതിയും ധാർമ്മിക മൂല്യബോധവും സൃഷ്ടിച്ച് പ്രതിസന്ധികളെ നെഞ്ചുറപ്പോടെ നേരിട്ട് ജീവിത വിജയം കൈവരിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കും. ഇതിനായുള്ള അടുത്ത ചുവടുവെപ്പ് അത് നിങ്ങളുടേതാകട്ടെ.